സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിൻ്റെ ഹാർഡ് കോർ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ്. സർവൈവൽ സീരീസിൻ്റെ കൂടെ ഇനി ഹാർഡ് കോർ സീരീസും കാണും, സർവൈവൽ സീരീസും കാണും, കൂടി ഇതും കാണും. ഓക്കെ ഗൈസ്, അപ്പം മറ്റേ സീരീസ് കാണാത്തവർ പോയി കാണണം. അപ്പോൾ ഇതിനും വ്യൂവേഴ്സൊക്കെ കൂട്ടിത്തരും, ലൈക്കൊക്കെ തരുവാണെങ്കിൽ എനിക്കൊരു സന്തോഷമാണ്. അപ്പം നമ്മൾ ഇറങ്ങിയത് എവിടെ? എന്താണ് ഗൈസ് ഇത്രയും വലിയൊരു വാലിയുടെ മൗണ്ടൻ്റെ മണ്ടയിലാണ് നമ്മളെ കൊണ്ട് ഇറക്കി വെക്കുന്നത്. മൈൻക്രാഫ്റ്റിൻ്റെ ഒരു കാര്യം. നമ്മളെ ഹൗ താഴെ ഇറങ്ങും കാര്യം കൊണ്ട്. ഇങ്ങനെയൊക്കെ വേച്ചിറങ്ങണം. ഒറ്റ ചാട്ടം ചാടിയാലോ. അയ്യോ ഓക്കെ ഗൈസ്, ഇപ്പോൾ 1 വരെ ഹാർട്ട് ആദ്യം പോയിട്ടുണ്ട്, ഇറങ്ങിയെടുത്തും തന്നെ. അപ്പോൾ നമ്മൾ പോയ സ്ഥിതിക്ക് കണ്ടോ, ഇതാണ് എൻ്റെ ഫോണിൻ്റെ പ്രത്യേകത. ഗ്ലിച്ച് കാണുമെന്ന് കേവൊക്കെ എളുപ്പം കണ്ടുപിടിക്കാം. ഇവിടെ അടുത്ത അയണൊക്കെ കാണുന്നുണ്ടോ ഗൈസ്? ഇവിടെ അയണില്ല. ഉണ്ടോ? കേവൊക്കെ ഫ്രീ കിട്ടും, തപ്പി ആക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് തുടക്കം തന്നെ മരം വെട്ടിയങ്ങ് തുടങ്ങിയേക്കാം. വില്ലേജ് കിട്ടുവാണെങ്കിൽ വലിയ ഉപകാരമാണ് ഗൈസ്. കാരണം വില്ലേജ് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് ദിവസം ഒന്നും നമ്മൾ മെഗാ ബേസ് അല്ലെങ്കിലും തീട്ട ബേസ് ആയാലും ഒന്നും ഉണ്ടാക്കി വെക്കണ്ട. ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടുണ്ടല്ലോ ഗൈസ്, അവിടെ തന്നെ ഒരു ബെഡ് ഇട്ടുകൊണ്ട് കിടത്തിയാൽ മതി. അത് തന്നെ വളരെ ധാരാളമാണ്. പിന്നെ ഗൈസ്, നമ്മളിപ്പോൾ 48 സബ്സ്ക്രൈബേഴ്സിലാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ 48 സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നത്. ഇനി വേറെ കുറേ ചാനലുണ്ടായിരുന്നു. എസ് ഗെയിമിംഗ് ഉണ്ടായിരുന്നു, ക്രാഫ്റ്റർ ഉണ്ടായിരുന്നു, അതിനകത്തൊക്കെ 30ഉം 20ഒക്കെ ഉള്ളായിരുന്നു ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിമിനകത്ത് ഇത്രയും ഇതെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ തന്നെ ഒരെണ്ണം വന്ന് നിൽപ്പുണ്ട്. ഇതുപോലെ 2 കൂടി ഇനി കിട്ടണം. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിങ്ങിലേക്ക് കിടക്കാം. എങ്കിലും ബാലൻസ് വരുവാന്നേ തോക്കോ സോഡുകൂടെ അങ്ങ് എടുക്കാം. അപ്പം നമുക്ക് കോഴി ഇല്ല, ഫസ്റ്റ് കില്ല് കോഴി. ഫസ്റ്റ് പശുവുമ്പ അല്ല ആടും. ഇതിനകത്ത് ഹങ്കർ ഭയങ്കര കൂടുതലാണല്ലോ ഗൈസ്. ഓക്കെ ഗൈസ്, ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഞാൻ വെച്ച് പ്രവീണങ്ങാണോ വയ്ക്കുന്നു. ഓക്കെ ഗൈസ്, 2 കിട്ടി. പക്ഷെ അതങ്ങ് മണ്ടേ കയറി അടിക്കുമ്പോഴത്തേക്ക് താഴ്ത്തു പോവാന്നെങ്കിലോ. ചാവടാ കണ്ട ഗൈസ്, ഇവിടെ ചെറിയൊരു കേവ് അല്ല, വലിയൊരു കേവ്. ഹങ്കർ ഭയങ്കര കൂടുതലാണ് ഈ സാധനത്തിനകത്ത്. ഹാർഡ് കോർ സീരീസ് അപ്പോൾ നമ്മൾ സ്പോണായെടുത്തുനിന്ന് തന്നെ ലാസ്റ്റിൽ അയ്യോ. അപ്പോൾ നമുക്ക് സ്റ്റോൺ ഇപ്പം കുറച്ച് ആവശ്യമുണ്ട്. ഫർണേസ് ഉണ്ട്. കാരണം വെച്ചാൽ ഈ ഹങ്കർ എന്ന് പറയുന്ന സാധനം പറക്കുമെന്ന്.
പറ്റുമായിരിക്കുമല്ലോ. ഇതൊക്കെ വെച്ചാണ് അതൊക്കെ ഉള്ളൂ. വെച്ച് സ്റ്റോറി തൊട്ട് ക്രാഫ്റ്റിംഗ് ചെയ്ത് അങ്ങനെ വരും. നമുക്ക് കിട്ടിയായതുകൊണ്ട് ആദ്യം ഈ സാധനം ഒക്കെ തുടങ്ങാം. നമുക്ക് ഇൻഫർമേഷനോട് കുറച്ചുകൂടെ വേണം. നമുക്ക് ഇവിടെ നിന്ന് തുറക്കാം. ഇത് നമ്മൾ തൽക്കാലത്തേക്കുള്ള ബേസ് ആക്കിയിട്ട് നാളെ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് വില്ലേജ് ഫൈറ്റിങ്ങിന് പോകാം. ഓക്കെ ഗായ്സ്, ഫർമേഷൻ ഒന്നത്തിന് വേണ്ടി ആയിട്ടുണ്ട്. നമ്മളൊരു ഫർമേഷൻ ക്രാഫ്റ്റ് ചെയ്യേണ്ട കൈ ഇരിപ്പുണ്ട്. ഈ ടൂൾസിലോട്ടെല്ലാം ചേഞ്ച് ചെയ്ത് സ്റ്റോൺ ടൂൾസ് ആക്കാം. ഫർമേഷൻ എടുത്ത് ഇവിടെ പൈസ ചെയ്യാം. വുഡില്ല. സബാഷ്. ഫുഡല്ല വുഡ്. അടുത്തൊക്കെ മറ്റേ മരവ്. ഈ മരം കളച്ചാലും മതിയായിരിക്കുമല്ലോ അല്ലേ? മണ്ട വരാൻ പോവാൻ മടി. അയ്യോ, ഒരു ഹാർഡും പോയി. ഓയ്യോ, ഇത്രയും വലിയ റവി. കേസ് ഞാൻ മരം വെട്ടിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് വുഡ് കിട്ടിയില്ല, പക്ഷെ കുറച്ച് കോള് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്തോട്ട് ഇപ്പം വീഴാൻ പോയതായിരുന്നു. നൈറ്റായ സ്ഥിതിക്ക് നമുക്ക് പോവേണ്ടി വരും. നൈറ്റായില്ല, ഗുഡ്. അയ്യോ, ഇനി നമുക്ക് ഇവിടെ കോള് കിട്ടുമോ? ഓക്കെ കേസ്, ഇപ്പോൾ ബെഡ് ഉണ്ടാക്കാനുള്ള നമ്മുടെ മരം കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ചാവും. ഹങ്കർ റേറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വുഡും കളക്ട് ചെയ്ത് വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതിനെ പറയുന്നതാണ് കില്ലാടിസം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ടോർച്ച് ഉണ്ടാക്കാനുള്ള ആസ്തിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളൊരു 12 ടോർച്ചും ക്രാഫ്റ്റ് ചെയ്തു. ഒരെണ്ണം ഇവിടെയും നീരുന്നു. ഒരെണ്ണം ഇത് എൻ്റെ വീടാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം കൂടി ഇങ്ങനെയും കൂടെ വെക്കാം. നോ വൺ എൻ്റർ മൈ ഹൗസ്. നൈറ്റായി. എന്താ ഇത് ഹാർഡാണ് മോഡ്. ഹാർഡ് മോഡിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത്. അവിടെ മറ്റേ ടോർച്ച് ഇരിക്കുന്നതുകൊണ്ട് ആരും അതിക്രമിച്ചിങ്ങോട്ട് വരത്തില്ലെന്നായിരിക്കും. ബെഡ്റൂമിന് വേണ്ടിയുള്ള പല വെച്ചിട്ട് മൗണ്ട് നേരത്തെ മൗണ്ടിന്റെ വെളിയിലോട്ടാണ് നമ്മൾ പോയി. നമ്മുടെ ഫസ്റ്റ് ഈ സെറ്റിന്റെ ബെഡ് കാണിക്കുന്നു. ടോർച്ച് മീൻ പിടിക്കുന്നു. ബെഡ്റൂമായി ഇതാണ് കില്ലാടിസം. ഈ ബെഡിൽ വേണ്ടി നമ്മൾ തലയിടിച്ച് ചാവുന്ന ഒരു ഇംഗ്ലീഷിൽ എന്തോ പേരുണ്ട്, ഞാൻ മറന്നു. അങ്ങനെ സംഭവം വേറെ ഇരിക്കും. നമ്മളിവിടെ 2 വട്ടം മണ്ടയിലോട്ട് കിടക്കാം. മണ്ടയിലോട്ട് വന്ന് വലിയ സീനില്ല. എന്തിനാ പ്രത്യേകിച്ച് ബെഡ്റൂം വെച്ചേക്കുന്നറിയോ? പ്രൈവസി ആണ് എല്ലാവർക്കും. വഴി ഇരിക്കുന്ന ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ എന്ത് ചെയ്യുന്നത് കാണരുത്. അതാണ് നമ്മുടെ ഗോൾ. ഓക്കെ ഗായ്സ്, റീസ്പോൺ പോയിന്റ് സെറ്റോ? ഹാർഡ് കോർ മോഡിലോ? അത് കൊള്ളാമല്ലേ. റീസ്പോൺ പോയിന്റ് സെറ്റിന്ന് കേസ് നമ്മൾ ആദ്യത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡേയ്സ് പ്ലേഡ് 1 ആയിട്ടുണ്ട്. നമ്മുടെ കുക്ക് ചെയ്ത സാധനം എടുത്തങ്ങ് ഈറ്റാം. ഇപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്കെന്തായാലും നമ്മുടെ ഇൻവെർട്ടറി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാം. ഇതൊരു വിശപ്പാടാ സ്റ്റീവേ. ഭയങ്കര വിശപ്പായി പോയല്ലോ.
ഈ പിന്നെ എൻ്റെ കൈയും കൂടെ അങ്ങ് തിന്നി. ഓക്കെ, കഴിഞ്ഞു എൻ്റെ വിശപ്പ്. കഴിഞ്ഞാണുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒപ്റ്റിമൈസ് അല്ല, ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. 1 2 നീ ഇവിടെ പോ, നീങ്ങുക, നീ പോ, നീങ്ങുക, നീ പോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇത്രയും സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഹാർഡ് കോർ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള വീഡിയോകൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണണമെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് ഞെക്കി വെക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കിട്ടും. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.